ചേട്ടാ ഈ കളിയുടെ ഇടയിലേ നമുക്ക് എന്നതേലും ഒരു വാശി കൂട്ടാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് എന്താ പറയുക നമ്മൾ പിള്ളേരോട് പറയല്ലേ ഇന്ന് നീ ഇത് ഫുൾ പഠിച്ചു തീർക്കാമെങ്കിൽ ഞാൻ നിനക്ക് മുട്ടായി മേടിച്ചു തരാം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഗെയിമിൽ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ ഇൻസ്പയർ എന്താ പറയുക എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കൊള്ളാല്ലേ. അത് കൽക്കട്ടയിലേ ഞാൻ അവിടെ കൽക്കട്ടയിൽ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് മാച്ചാണ്. വലിയൊരു മാച്ച്, അത് ബിഗ് മാച്ച് എന്ന് പറയാം നമ്മളവിടെ. അപ്പോഴാണ് ഡെർബി മാച്ചൊക്കെ ആയത്. അന്ന് ഞങ്ങൾ ബിഗ് മാച്ച് എന്നാ പറയല്. ആ സമയത്ത് ഞങ്ങളുടെ ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഓണറും ആളും എൻ്റെ കോച്ചും. അപ്പോൾ മോഹൻ ബാനായിട്ട് പിറ്റേ ദിവസം കളിയാണ്. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, വിജയൻ നീ ഇന്ന് 3 ഗോൾ അടിക്കുന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റ് ബംഗാളിൻ്റെ എതിരട്ടാ, 3 ഗോൾ അടിക്കാൻ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരാമെന്ന്. കിട്ടി അവിടെ കിട്ടെ. ഈസ്റ്റ് ബംഗാളാണ് കളിക്കണേ. അവരെതിരെ കളിച്ചിട്ട് എങ്ങോട്ട് ഗോൾ അടിക്കാനാ. നല്ലൊരു വാശി കയറിയില്ല. വാശി കയറി കളിച്ചു. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ മാച്ചാണ് അത്. അത്ര 1.5 ലക്ഷം ആൾക്കാർക്ക് കളി കാണാൻ വരും. 1 ലക്ഷം 1.5 ലക്ഷം ആൾക്കാർ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. എൻ്റെ ഭാഗ്യം കൊണ്ട് 2 ഗോൾ അടിച്ചു ഞാൻ. അപ്പൊ ഞാൻ പോയി ചോദിച്ചേ 2 കിട്ടിയാ ബൈക്ക് 2 റൺ അടിച്ചിട്ട് അത് ഈസ്റ്റ് ബംഗാളിന്റെ എതിരെ 2 ഗോൾ അടിച്ചില്ലേ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ചത്. പക്ഷെ എനിക്ക് സ്കൂട്ടർ തന്നു, ഒരു ബജാജ് സ്കൂട്ടർ. അതുമൊക്കെ ഞാനും സത്യേട്ടൻ മരിച്ച സത്യേട്ടനല്ലേ ഞാനും നടക്കണ്ടായിരുന്നു. പക്ഷെ കിട്ടിയല്ലോ. കിട്ടി. അതിലൊരു പക്ഷെ അങ്ങനെ അതൊക്കെ ഭാഗ്യം കൊണ്ടല്ല. ഞാൻ പോയി പറഞ്ഞിട്ട് ഗോൾ അടിച്ചല്ല, ആവേശം ഒന്നും അങ്ങനെ. അതാ ഇനി ഫുട്ബോൾ അവിടെ നിൽക്കട്ടെ. ചില പോലീസ് ഓഫീസറാണ്, ഫുട്ബോൾ പ്ലെയർ ആണ്. ഇനി നെക്സ്റ്റ് ഒരു എൻട്രിയും കൂടെ ഉണ്ട്. സിനിമയിലേക്ക് വന്നു നമ്മുടെ ജയരാജേട്ടന്റെ കൂടെ അല്ലേ, ഫസ്റ്റ് ഡയറക്ഷൻ ജയരാജേട്ടൻ ചെയ്തേ. അദ്ദേഹത്തിനോട് ഫിലിമിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദം, ഫിലിമിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ചോദിച്ച് എങ്ങനെയാണ് വന്നത്? ഞാൻ ഒരു ഫംഗ്ഷൻ ചെയ്ത് അവരെ ഫംഗ്ഷൻ ചെന്നിരിക്കുക. അപ്പോൾ ജയരാജനുണ്ട് അവിടെ. ഫംഗ്ഷൻ ചെന്നിരിക്കുമ്പോൾ ഞാൻ ആൾ ഇങ്ങനെയൊക്കെ അപ്പോൾ സ്റ്റേജിലേക്ക് അങ്ങനെ വിളിക്കണല്ലോ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആളുടെ പടം ഇഷ്ടംമാതിരി കണ്ടു. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്തത് തന്നെ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത എൻ്റെ പടത്തിൽ നേരത്തെ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞു. അവിടെ അപ്പോഴാണ് ഞാൻ കാണുന്ന ജയരാജനെ നേരിട്ടിട്ട് ഒരു ഫംഗ്ഷന് ചെന്നിരിക്കാം. അടുത്ത് എൻ്റെ പടത്തിൽ തന്നെ നായകനാകട്ടെ. ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്ത് പറയുന്നത്, ഞാൻ കണ്ണടയൊക്കെ നോക്കാറുണ്ട് എന്നിട്ട് അങ്ങനെയൊക്കെ ഒന്ന് വർത്താം. പക്ഷെ സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കില്ല നമ്മൾ. അപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു ആളിങ്ങനെ അടുത്ത എൻ്റെ പടത്തിലെ നായകനാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ തന്നെ ഷോക്കായി. പടം ഞാൻ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ട് വല്ല ട്രോഫി കൊടുക്കാനോ അതിനൊക്കെ കയറിയിട്ടില്ല. അല്ല അഭിനയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ചേട്ടൻ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ക്യാമറയുടെ മുന്നിൽ നിന്നുകൊണ്ട് കളിക്കുമ്പോൾ ഇങ്ങനെ നിന്നല്ലേ കുറേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ. ഇതൊന്നും അറിയാത്ത കാര്യം. എനിക്ക് അതാ വേണ്ടത്, എനിക്ക് അഭിനയം അറിയാണ്ടിരിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ആ പടത്തിന് നാഷണൽ അവാർഡ് കിട്ടി. എന്ത് കണ്ടിട്ട്. പക്ഷെ അത് പറഞ്ഞാൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സീമ ബിശ്വാസും ലളിതേച്ചല്ല, ആക്ടിങ് കലക്കി കൂട്ടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിന്റെ ഇടയിലാണ് ഞാന്. സീമ ബിശ്വാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞു. അതില് കണ്ടില്ലേ പടം കണ്ടില്ല, നല്ല ഇതൊരു നല്ലൊരു എനിക്ക് ഞാൻ പറഞ്ഞു തരണം. ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ചമ്മലൊന്നുമില്ല, പക്ഷെ ഡയലോഗ് പറയാനാണ് പ്രശ്നം. പാടാ. പിന്നെ അത് പിന്നെ സ്ലോവിലുള്ള ഡയലോഗ് ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. സ്പീഡായിട്ട് അത് പ്രശ്നമാ. അപ്പോൾ ക്യാമറ മുന്നിലൊക്കെ കാണുന്നില്ല. മതി, ബാക്കിയുള്ളൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പടമാണ് പിന്നുള്ള പ്രശ്നങ്ങളെ. ഡയലോഗ് അത് ഞാൻ നടനോ പന്ത് കളിക്കാരനല്ലേ. അത് ശരിയാണ്. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്തത് അപ്പം തന്നെ ശാന്തകാഞ്ചി ചെയ്തത് അപ്പം തന്നെ ആകാശിലെ പറവള് മണിയുടെ കൂടെ അതിൽ വില്ലനായിട്ട് പ്രമോഷൻ അറിഞ്ഞോടെ. അത് പെട്ടെന്ന് ഡയലോഗ് പറയണം. അല്ല ഞാൻ പറയണേ ആ വില്ലനാണ് അതില്. അപ്പൊ ഒരു വലിയൊരു പേജ് ഡയലോഗ് വന്നു എനിക്ക്. അതേ പറഞ്ഞുതരാ, വലിയൊരു പേജ്. വിനോദേട്ടൻ അപ്പൊ നല്ല പരിചയമാണല്ലോ. അപ്പൊ ഞാനിത് വായിച്ചെന്തായാലും തീരില്ല എന്ന് എനിക്കറിയാം. ഞാനല്ല വായിക്കണം, അപ്പൊ എന്തായാലും തീരില്ല. ഞാൻ പറഞ്ഞ പ്രൊമറ്റീനോട് നിന്ന് വായിച്ചേ കേൾക്കണം. എൻ്റെ ഇവിടുന്ന് ഇവിടെ ഒരു പേജ് ഡയലോഗ്. അപ്പൊ ഞാൻ പറഞ്ഞു വിനോദൻ്റെ അടുത്ത് പോയി. വിനോദൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഈ സാധനം ഞാൻ കാണാണ്ട് വായിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ഈ 8ാം ക്ലാസ്സിൽ 17 വയസ്സിൽ എത്തില്ല, അതിൽ മുന്നേ ജയിച്ചു പോയാണ്. അപ്പോൾ ഞാൻ ഈ 8ാം ക്ലാസ്സും കുസ്തിയാരാണ് ഈ ഒരു പേജ് ഡയലോഗ് തന്നിക്കണേ. ഞാൻ പോയി മണിബായോട് പറഞ്ഞു, ഞാനെങ്ങനെ പറയാനാ മണിബായി. അപ്പം എന്നോട് മണി പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്തോ,
പ്രൊമിറ്റ് ചെയ്ത് തരും. അപ്പം നീ ഒരു ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞ ഞങ്ങൾ നടന്നു നോക്കുമെന്ന് പറഞ്ഞു. ബായ കൊണ്ട് അത് ശരിയായി. പിന്നെ അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തു. പിന്നെ ടെൻഷൻ ഇല്ല, പിന്നെ ടെൻഷൻ ഇല്ലാണ്ടായി. അപ്പൊ ചേട്ടൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്തായാലും ഇപ്പം സിനിമ എല്ലാം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് ചേട്ടൻ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് അറിയാം ആണേ. അപ്പൊ ചേട്ടൻ ശരിക്കും അതിന്റെ ഉത്തരം എനിക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും ഈ പന്ത് കളിക്കുന്നതാണ് ഏറ്റവും ഈസി അതോ സിനിമയിൽ അഭിനയിക്കുന്നതാണ് ഏറ്റവും ഈസി? പന്ത് കളിക്കണതാണ് ഈസി. കാരണം കളി അറിയണല്ലേ, അത് ഭയങ്കര പാടല്ലേ. ഇപ്പൊ അറിയില്ല എന്ന് പറയാൻ പറ്റില്ലേ? അറിയില്ല. പക്ഷെ ഇതിലൊരു ഗുണമുണ്ട്. ഏതില്? സിനിമയില് എത്ര ടേക്ക് വേണേ എടുക്കാം, എത്ര ടേക്ക് വേണേ എടുക്കാം, ശരിയാവണവരെ എടുക്കാം. പക്ഷെ ഫുട്ബോള് ടേക്കില്ലല്ലോ. ഷാർപ്പ് സെക്കൻഡിലൊക്കെ എന്തെങ്കിലും ചെയ്യണല്ലേ വെറൈറ്റികള്. ഇതിപ്പോ ചെയ്ത് ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്തവര് എടുക്കാം. അങ്ങനെ കുറച്ച് ഈസിയാണ് ചെയ്യാൻ. പക്ഷെ ഇതില് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അറിയണ കാരണം നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളൂ. ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഇത് അറിയാത്തതാണ്ട് ഒരു ഇച്ചിരി പ്രയാസം തോന്നുന്നതാണ്. എന്നാൽ ഞങ്ങളൊക്കെ കണ്ട ഒരു കാഴ്ച പറഞ്ഞു തരട്ടെ. ഇപ്പൊ ബിഗൽ എന്ന് പറഞ്ഞ ഫിലിം ഇറങ്ങിയല്ലോ, ഇത്രയും വലിയൊരു കളിക്കാരൻ അതിനകത്ത് വില്ലനായിട്ടാണ് വിജയൻ ചേട്ടൻ ചെയ്തത്. ഒരു സെക്കൻഡ് പോലും ബോൾ തൊടുന്ന കണ്ടിട്ടില്ല. പക്ഷെ അതിനകത്ത് വിജയ് ഇളയ ദളപതി ഫുൾ ഫുട്ബോൾ വെച്ചാണ് കളിക്കുന്നത്. അതിന് ശരിക്കും ആസ് എ പ്ലെയർ ഒന്ന് കളിക്കാൻ തോന്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും? അത് ആറ്റ്ലി സാർ ഒരു ബുദ്ധിയാണ്. കാരണം അതെല്ലാവർക്കും അറിയാം, ലോകം മൊത്തം അറിയാം അതൊരു ഫുട്ബോൾ ഫിലിമാണ്. പക്ഷെ എന്നെ അവിടെ വിളിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ട് ഞാൻ ഒന്നില്ലെങ്കിൽ വിജയുടെ കോച്ചായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിൻ്റെ അഗെയിൻസ്റ്റ് കോച്ചായിട്ടുള്ള പ്രശ്നമോ, അതിൽ കുറേ പേര് പറഞ്ഞു വിജയുടെ അച്ഛനായിട്ടാണെന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വില്ലനാണെന്ന്. പക്ഷെ കുറേ ട്രailer വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും കാണിച്ചു, എന്നെ കാണിച്ചിട്ടില്ല. അത് ആറ്റ്ലീറ്റ് കാരണം ഞാനൊരു നാഷണൽ പ്ലെയറാണ്. അപ്പം എല്ലാവരും വെച്ച് ഇതിൽ കംപ്ലീറ്റ് ഫുട്ബോൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പടം ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വില്ലനാണ്. ഈ വിജയനെ കണ്ട ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര വിജയ് എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ കട്ട ഫാനാണ് വിജയുടെ. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ വന്നു, ഞാൻ പറഞ്ഞു സർ വിജയൻ സർ എന്നൊക്കെ പറഞ്ഞു, ഫുട്ബോൾ തരും സർ ഞങ്ങളുടെ പടത്തിൽ അഭിനയിക്കാൻ വന്നതിന് അപ്പോൾ നന്ദി സർ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കൂളായിട്ട് ഞാൻ ചപ്പുള്ളതുള്ളത്. പക്ഷെ ആ പടം കഴിയുന്ന ഒരാളങ്ങനെയാണ് ഭയങ്കര കൂള്. അങ്ങ് അയ്യോ ഒരു തലക്കണ ഡൗൺ ടു എർത്ത്. ഞാൻ ചോദിച്ചു സർ എൻ്റെ വൈഫിനെ കൊണ്ടിട്ട് സാർ പിള്ളേരിനെ ഫോട്ടോ എടുക്കാനാണ് പറയല്ലോ കൂട്ടിക്ക സാർ കൊണ്ടുപോകും സാർ. അപ്പം അവരിത് കേരളത്തിലേക്കാണ്. അപ്പം ഇത് വന്നു ചെന്ന് സാർ വൈഫ് അപ്പം ആളെനിട്ട് ഒക്കെ മാഡം നോക്കി കസാരൊക്കെ എടുത്ത് കൊടുക്കുക. അതിനെ ഷോക്കേ ഞാൻ കണ്ട രാജി നോക്കിയേ എങ്ങനെ ഉണ്ട് ആള്, അത്ര ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞല്ലേ സംഭവമാണ് ആള്. ഞാൻ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എനിക്ക് അവിടെ. ഞാൻ എന്നോട് പറഞ്ഞു ആ റേസ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അപ്പൊ ചവിട്ടണം എന്ന് പറഞ്ഞു, ചെസ്റ്റിലിങ്ങനെ ചവിട്ടണം. ഞാൻ സാർ ബാറ്റ് അതാ വിജയ് സാർ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ആ ബാറ്റിൽ ഇത് വന്ന് എന്ത് ബാറ്റിലോട് വെച്ചിട്ടുണ്ട്. അല്ല സാറ് ரொம்ப ഫാൻ സാർ ചവിട്ടാൻ മുടിയില്ല. വിജയ് സാർ എന്ത് ചെയ്യുന്നു, എൻ്റെ കൈ പിടിച്ചിട്ടേ ആളെ ചെസ്റ്റിൽ വെച്ചിട്ടില്ലേ എനിക്ക് ചവിട്ടിയിട്ട് സാറിന് തട്ടിയിട്ട് എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി എന്താ മാതിരി തട്ടി. ആളെ ബുദ്ധിയുള്ളവരെ ഞാൻ കാലും ഇങ്ങോട്ട് കൊണ്ടുവന്നു ടച്ച് ചെയ്യുമ്പോൾ ആളങ്ങോട്ട് വീണു. പക്ഷെ ആ പറയാനുള്ളൊരു സന്മനസ് ഉണ്ടായാലും ഇത്രയും വലിയ ആക്ടർ, അതാണ് പറഞ്ഞത് ഭയങ്കര വലിയൊരു അനുഭവമാണ്. ആരാധിക്കുന്നത്. കാരണം അച്ഛനായിട്ട് ഭയങ്കര സീരിയസ് ആദ്യം വർത്താനൊന്നുമില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് അറിഞ്ഞൂടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭാഗം കഴിഞ്ഞ് പിന്നെ മോനായി വന്ന്. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ് സ്ഥലത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരാള് പറന്ന് കിടക്കണം അവിടെ. അത് ചുള്ളൻ കൈ ഇത്രയൊക്കെ വെച്ചൊരു ക്യാപ്റ്റൻ്റെ ബാനർ പറഞ്ഞു. ഞാൻ ചെയ്ത് വിജയിലെ കാട്ടുണ്ടല്ലോ, ഇത് ആരിപ്പോൾ ഇത് ഇങ്ങനെ അച്ഛൻ്റെ സീനായിട്ട് നോക്കിയപ്പോൾ ഈ ചായൻ്റെ അവിടെ പറന്ന് കിടക്കണ്. എല്ലാവരും അവിടെ ചായ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പെട്ടെന്ന് ചേഞ്ച് ആയി. അച്ഛനെ വന്നാൽ അവിടെ നിന്ന് കസാരൊന്നും എനിക്കില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് മോൻ മാറി അഷ്ബൂഷിന്റെ ആളെ വന്നില്ല. ഭയങ്കര ഭയങ്കര രസം. എന്നോട് പന്തളിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും, വെറുതെ ഇങ്ങനെ ഇരിക്കും എന്തൊക്കെ എങ്ങനെ സാർ എപ്പടി സാർ ബാക്ക് സാർ എല്ലാം അടിക്കുന്നത്. അല്ല ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു ഞാൻ ചിലപ്പോ ഫുട്ബോളൊക്കെ കഴിഞ്ഞു ഫൈറ്റ് ഞാൻ ചിലപ്പോ ഷൂട്ട് ഫുട്ബോളിന്റെ ഭാഗം എടുത്തു കഴിഞ്ഞു പറഞ്ഞു. എൻ്റെ മോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോന് ഞാൻ നോക്കിയപ്പോൾ ആറ്റ്ലീറ്റ് കൂടെ നിന്ന് ഭയങ്കര സംസാരം.
എൻ്റെ മോൻ കൊച്ചോ എൻ്റെ മോൻ ഞാൻ അവിടെ നിന്ന് ഞാൻ തന്നെ ഇരുന്നിട്ടില്ല അത്ര സമയം ഞാനൊന്ന് അങ്ങോട്ട് നടക്കും ഇങ്ങനെ നോക്കും അവനെ നോക്കും എനിക്ക് നോക്കി അങ്ങനെ അങ്ങോട്ട് കഷ്ടമുണ്ട് ചേട്ടാ പോകും ഒരു മണിക്കൂർ എന്ന് വർത്താനം ഇപ്പത്തെ പിള്ളേരല്ലേ സംസാരിക്കട്ടെ. ഞാൻ ചോദിച്ചു എന്താണ് നീ ഇത്ര അധികം വർത്താനം പറഞ്ഞ റൂമിൽ വന്നത് ഒന്നുമില്ല അപ്പം അവൻ ഇതാണ് വീഡിയോ അനലൈസിങ് ആണ് അവൻ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ഫുട്ബോളിൻ്റെ വീഡിയോ അനലൈസിങ് VR ഒക്കെ ഇല്ലേ അതിൻ്റെ വീഡിയോ അനലൈസിങ് ബോംബെ പോയി പഠിച്ചത്. അപ്പം ആക്ച്വലി പറയാണ് അപ്പോൾ അവൻ ഇങ്ങനെ ഫുട്ബോളിനെ കുറിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ അനലൈസിങ് ഫുട്ബോളിനെ എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ഫുട്ബോൾ കുറേ കൊറിയോഗ്രാഫി ചെയ്യാണ്ടായിരുന്നു. ഇവൻ്റെ കഷ്ടകാലം എന്ന് ആലോചിച്ചാൽ മതി. ഇവൻ പറഞ്ഞല്ലേ അപ്പോൾ ആറ്റിൽ പറയാ ആരോമനെ നേരത്തെ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇത് ടീമിൻ്റെ കൊറിയോഗ്രാഫർ ആക്കിയായിരുന്നു. അതായത് ഈ വിജയ് പടത്തിൻ്റെ ഫുട്ബോളിൻ്റെ കൊറിയോഗ്രാഫർ ആക്കിയാണ് നിന്നേന്ന് പറഞ്ഞു. അത് അവൻ്റെ കഷ്ടകാലം. അപ്പം ഈ ഫുട്ബോളൊക്കെ എടുത്തു കഴിഞ്ഞു കഷ്ടകാലം. പക്ഷെ അതിന് ഭാഗ്യം കിട്ടി. ഇപ്പോൾ ഒരു മലയാളം പടം ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യാണ്. ഭയങ്കര ഭാഗ്യാണ് കിട്ടി കഴിഞ്ഞാൽ ആറ്റിലൊരു കൂടല്ലേ ചിന്തിക്കാൻ ചേട്ടാ ഇപ്പൊ ഈ ഫുട്ബോളിലാണേലും പോലീസ് ഓഫീസേഴ്സ് ആണേലും സിനിമയിലാണേലും ഒത്തിരി സൗഹൃദം ചേട്ടൻ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് സൗഹൃദങ്ങൾ ആരൊക്കെയായിരുന്നു ഫിലിമിൽ അത്രയും ക്ലോസ് ആയത്? ഇപ്പൊ ആനപ്പറമ്പിൽ വേൾഡ് കപ്പ് പടം ചെയ്തു. ഇപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് എത്ര ഇഷ്ടമാവും. കാരണം നമ്മളിപ്പോ ഷൂട്ടിങ് കഴിഞ്ഞ് പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും നമ്മളെ എന്താണ് ആശാന എന്താ വിശേഷം, അവര് പിള്ളേരാണ്. ആശാന എന്താ വിശേഷം, എന്താണ് വിശേഷം, എവിടെയാണ്. അപ്പൊ 3 പെപ്പെ ലുക്മാൻ അവരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ബാലു വർഗീസ് ഇവർ 3 പേര് കട്ട കമ്പനിയാണ്. പിന്നെ മോനാണ് ആ പടത്തിന്റെ കൊറിയോഗ്രാഫി ചെയ്ത് ആനപ്പറമ്പ് വേൾഡ് കപ്പ്. അതൊരു ഭാഗ്യം. അല്ല ഞാനതില് കോച്ചും അവനെ അഭിനയിച്ചിട്ടുണ്ടായില്ലേ, ഞാനതിൽ കോച്ചും അസിസ്റ്റന്റ് കോച്ചുമാണ്. എന്റെ പേര് അയ്യമ്മജൻ തന്നെ, അവന്റെ പേര് ആരോമൽ തന്നെ. പക്ഷെ അതിന്റെ ഫുട്ബോൾ കൊറിയോഗ്രാഫി ചെയ്ത് അവനാണ്. പിന്നെ അതില് ഞങ്ങൾ 3 പേര് അഭിനയിച്ചിട്ടുണ്ട്. മണിച്ചേട്ടൻ അപ്പൊ എവിടെയാ കണ്ടേ? ശരിക്കും മണീന് കൊല്ലങ്ങളായിട്ടുള്ള പരിചയമുള്ള ചെറുപ്പത്തിലെ പറയണ. ശരിക്കും ഞങ്ങള് പ്രേക്ഷകരൊക്കെ വിചാരിച്ചെന്താ അറിയോ, ഭയങ്കര ക്ലോസ് ആണ്. ഒന്നെങ്കിൽ ചേട്ടനനിയ ബന്ധം കാണുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കും എന്ന് ഞങ്ങൾ ഒരു എന്താ പറയാ ഒരു ചേട്ടനും ബന്ധം തന്നെയായിരുന്നു. വലിയൊരു ബന്ധം തന്നെയായിരുന്നു. വലിയൊരു വേദനയുള്ള സംഭവം തന്നെയാണ്. കഷ്ടമായിപ്പോയി. മനുഷ്യനെ പോലെ നാടൻ പാട്ടുകളൊക്കെ അറിയാം വിജയൻ ചേട്ടൻ? എല്ലാം ചോദിച്ചാ പറയാ എന്താ പറയാ പന്ത് തരൂ കളിക്കാന്ന് പറയും, അല്ലാതെ ഒന്നും അറിയില്ല. ശരിക്കും ചുമ്മാ ആരെങ്കിലും ഇനിയിപ്പോ മണിച്ചേട്ടനെ പോലെ ഒരു നാടൻ പാട്ട് പാടാൻ പറഞ്ഞാൽ അതും പാടുവേ. എന്താ വെച്ചാൽ അടുത്ത ഇന്റർവ്യൂല് ഞാൻ ചോദിക്കും ഇപ്പൊ പാട്ടും പാടി തുടങ്ങിയ ചോദിക്കും. ഒന്നും അറിയില്ല. ചേട്ടൻ ഒരു മോനാണല്ലേ? ഒരു മോനും 2 മോളും. മോളുടെ കല്യാണം കഴിഞ്ഞ് കൊച്ചായി. പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിചാരിക്കുന്ന അപ്പച്ചനായെന്ന്. അല്ലേ അതൊന്നും പറയത്ത് പോലുമില്ല. ഞാൻ പറയാൻ നിക്കാണ് അപ്പൂപ്പനാണ്. പക്ഷെ നാട്ടുകാർക്ക് ഇപ്പഴല്ലേ മനസ്സിലായുള്ളൂ. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അവിടെ തൃശ്ശൂരൊക്കെ നല്ലോണം അറിയാം. പക്ഷെ ചില മനുഷ്യർ എല്ലാരും അവിടെ ഇവിടെയൊക്കെ കോണുകളിലൊക്കെ ഞങ്ങൾക്ക് ആ അറിവില്ലാതിരിക്കുന്നവരുണ്ടല്ലോ. പിന്നെ താഴെ മോള് ഇപ്പൊ ഡിഗ്രി ഫൈനൽ ഇയർ. ഒരു കാര്യം കൂടെ വിജയൻ ചേട്ടാ, പോലീസ് ഓഫീസർ അല്ലേ? ശരിക്കും ഞങ്ങളൊക്കെ സിനിമയെ കാണുന്നവരെ ചുരുക്കം പറഞ്ഞ എന്റെ ഏട്ടന്റെ സിനിമ തന്നെ എടുത്തോ, ഈ ശരിക്കും പോലീസ് ഓഫീസേഴ്സിന്റെ ജീവിതത്തിൽ അങ്ങനെയാണോ? ഏട്ടന് പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖല, ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് ഭയങ്കര ഒരു ആരാധനയാണ്. ഞാൻ ചെറുപ്പത്തില് പോലീസിൽ വന്നല്ലേ, 17 വയസ്സിൽ പോലീസിൽ വന്നാ. അത് ശരിക്കും ഫുട്ബോൾ 17 വയസ്സിൽ വരുമ്പോ 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അതറിയില്ലേ? ഇല്ല. 8ാം ക്ലാസ്സിൽ വരെ പഠിച്ച പോലീസ് ആവാൻ പറ്റുമോ? ഇല്ല, ഞാൻ 5 കൊല്ലം തോറ്റിട്ടാണ്. വെരി ഗുഡ്. എന്നാ നല്ലൊരു അറിവ് ചേട്ടാ. 1ല് 1 കൊല്ലം, 2ല് 2 കൊല്ലം, 3ല് 3 കൊല്ലം, 4ല് 4 കൊല്ലം, 5ല് 5 കൊല്ലം തോറ്റെന്ന്. അപ്പൊ എത്ര വയസ്സ്? 100 വയസ്സോ? പിന്നെ പോലീസിന് ജോലി കിട്ടിയ അല്ല 5ല് ഞാൻ 5ലെത്തി. വേറെ സ്കൂളിൽ നിന്ന് 4ന്ന് 5ലേക്ക് ജയിച്ചു. 5ല് വന്നു. 5ല് 5 കൊല്ലം തോറ്റു അവിടെ ഇരുന്നിട്ട്. ചേട്ടാ എങ്ങനെ സാധിച്ചത്? അതെന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ ചോദിക്കാൻ ഇടയ്ക്ക് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ ഇടയ്ക്ക് അങ്ങനെ വിളിക്കും. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഇടയ്ക്ക് എന്നെ വിളിക്കും. സ്കൂളിൽ എല്ലാവരും പോകാറുണ്ട് ഞാൻ, അവിടുത്തെ മാഷ്മാരും ടീച്ചറും. അപ്പോൾ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ അവർ. സ്കൂള് CMS സ്കൂളിൽ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് 17 വയസ്സിലാണ് ഞാൻ 8ലെത്തണത്. അപ്പോഴാണ് എനിക്ക് പോലീസിൽ ജോലി കിട്ടിയിട്ട് വരണത്. വന്നിട്ട് 17 വയസ്സ്. പക്ഷേ 18 വയസ്സാവണ്ടേ അപ്പോയിൻമെൻ്റ് ആവണമെങ്കിൽ. അപ്പോൾ ഞാൻ 6 മാസം കൂടെ ഗസ്റ്റ് കളിച്ചു. അതിനിട്ട് 18 വയസ്സ് അപ്പോയിൻമെൻ്റ് ആയി. എന്നിട്ട് കറക്റ്റ് 18 വയസ്സിൽ പോലീസിൽ കയറിയത് ഞാൻ. അപ്പം എൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജോസഫ് സാറിനെ അറിയിക്കും
MK ജോസഫ് സാറിനാണ്, പിന്നെ ഒരു മരിച്ചുപോയ 2 പേര് മരിച്ചു, ഗോപിനാഥ് സാർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസർ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇവിടെ നിന്നാൽ മതി. പക്ഷെ അപ്പം അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പോർട്സ് എടുത്തില്ലേ, അവർക്ക് എല്ലാവർക്കും കരുണാകരൻ സാറായിരുന്നു അന്ന്. അപ്പോൾ എല്ലാവർക്കും ജോലിയും, കുറേ കുടുംബങ്ങൾ രക്ഷപ്പെട്ടില്ല. അതൊന്നും ആലോചിക്കുക, എത്ര സ്പോർട്സുകാരാന്ന് അറിയാം ഞങ്ങളുടെ. പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടാകും. ഈ കേരള പോലീസ് 2 കൊല്ലം ഫുട്ബോൾ ടീം ഫെഡറേഷൻ കപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രമാണ് അതൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടീമാണിത്, അല്ല ഒരു ഫോഴ്സാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബ് ഉള്ളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അത് അന്ന് ബെസ്റ്റ് പ്ലേയേഴ്സായിരുന്നു, സത്യേട്ടൻ, ഷറഫ് അലി, പാപ്പച്ചൻ, കുരിയേഷ് മാത്യു എന്നൊക്കെ പറഞ്ഞ പുലികൾ, ചാക്കോ. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു പമ്പം പുലികളായിരുന്നു അന്ന്. അപ്പോൾ ഇന്ത്യയുടെ ബെസ്റ്റ് ടീം അന്നത്തെ പുലികളായിരുന്നു അവരൊക്കെ. അത് കഴിഞ്ഞ് കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ ടീം കുറച്ച് പിന്നെ പൂർവ്വം ഞങ്ങളൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഇപ്പോൾ വന്നിട്ട് കുറച്ച് കൊല്ലമായി. അപ്പോൾ ഞാൻ വരുമ്പോൾ പ്ലെയറായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ടീമിൻ്റെ ടെക്നിക് ഡയറക്ടറാണ് പോലീസ് ടീമിൻ്റെ. പക്ഷെ അന്ന് നമ്മുടെ മാനേജ്മെൻറ്റ്, നല്ല സ്പോർട്സിനെ കുറിച്ച് ഭയങ്കര ഇത് വേണം, പോലീസ് ടീമിന് ഇങ്ങനെ ആക്കണം എന്നുള്ള കുറേ പേർക്ക്. ഇപ്പോൾ അതേപോലെ ഒരു ഓഫീസറിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്പോർട്സ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയ DGPയും അതിൻ്റെ ഒരു സ്പോർട്സ് ഓഫീസറും കിട്ടിയിട്ടുണ്ട്. കാരണം മനോജ് അബ്രഹാം സാറിനെ അറിയാം. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയത്. ഇപ്പോൾ ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസ് ഞങ്ങൾ വിൻ ചെയ്തു ഇതിപ്പോൾ റീസെൻ്റ്ലി. അപ്പോൾ 7 പേരിനെ ജോലിക്ക് കൊടുത്ത, അത് ഫുട്ബോളിൽ മാത്രം. അങ്ങനെ എല്ലാ ഇവന്റിൽ നിന്ന് 10-100 പേർക്ക് ഗവൺമെന്റ് ജോലി കൊടുത്തപ്പോൾ എത്ര കുടുംബം രക്ഷപ്പെടണം. സത്യം. ഇനി ഇത്രയും ഫിറ്റ്നസ് ആയുള്ള ചേട്ടൻ വരെ ഡയറ്റ് കൺട്രോൾ ഉണ്ടോ? ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇപ്പൊ പൊട്ടിച്ചോണം. ഇല്ല ഞാനെല്ലാം കഴിക്കും, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പരിപ്പൂട്ടാനും ചോറൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. ആണോ? ഞാനിപ്പോ എന്തായാലും ഇവിടെ ഒരു മട്ടൺ ചോപ്സും പത്തിരിയാ വെച്ചേ. മട്ടണ് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എന്നാ പിന്നെ എനിക്ക് സന്തോഷം. ചേട്ടന് ഇഷ്ടം വെജിറ്റേറിയൻ ആണ്? നോണൊക്കെ കഴിക്കും. പിന്നെ അങ്ങനെ പല സ്ഥലത്തും പോണല്ലോ, നമുക്ക് എല്ലാം യൂസ്ഡ് ആവണമല്ലോ. അത് ശരിയാ. ചേട്ടാ ഈ ഹെയർ കട്ടിന്റെ ഉദ്ദേശം എന്താണ്? നേരത്തെ 10 മിനിറ്റ് മുമ്പ് പറഞ്ഞ അപ്പൂപ്പനായിന്ന്. അല്ല, കൊച്ചു വളർന്നു വരുമ്പോ അപ്പൂപ്പൻ യോ ആണെന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും യോ അപ്പൂപ്പനാന്ന്. പക്ഷെ ഇനിയിപ്പോ എത്ര യോ ആണെങ്കിലും അല്ലെങ്കിലും വിജയൻ ചേട്ടനെയൊക്കെ ഏട്ടനും കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കൾച്ചറും നമ്മുടെ ട്രഡീഷനും വിട്ടുള്ള ഒരു കളിയും കളിക്കുകയല്ല, അത് വേറെ കാര്യം. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു യോ ആയാൽ ഹാപ്പി അല്ലേ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷെ എന്തായാലും ഐ എം സോ ഹാപ്പി. എൻ്റെ ആനീസ് കിച്ചൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ആണ്. അതെ, ഒരു ഭാഗ്യല്ലേ എനിക്ക്. അതാ കാര്യം, ചേട്ടനല്ലേ ഞങ്ങൾക്ക്. കാര്യം എന്നാന്നറിയോ, ഞങ്ങളെ പോലെ കുറേ വീട്ടമ്മമാരുണ്ട് ചേട്ടാ, ഇങ്ങനെ അടുക്കള വീട് എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്ന കുറേ ചേച്ചിമാർ. അത്ര ആ അമ്മമാർക്കും ആ ചേച്ചിമാർക്കും ഒക്കെ ഈ ഒരെണ്ണം കാണുമ്പോ എന്ത് സന്തോഷായിരിക്കും അല്ലേ? അതാ അത് ആ വിശേഷങ്ങളൊക്കെ അറിയുമ്പോ ഭയങ്കര സന്തോഷം. എനിവേ, താങ്ക് യു വെരി മച്ച് വിജയൻ ചേട്ടാ. ഇവിടെ വന്ന് ഇച്ചിരി നേരം സംസാരിച്ചു, സന്തോഷം പങ്കിട്ടു. ചേച്ചിയോടും മക്കളോടും ഒക്കെ എന്റെ അന്വേഷണം പറയാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്.